Hello friends, Assalamu alaikum. Welcome to Spicy Galleria. ഇപ്പോഴുള്ള കൊടും ചൂടിനെ ചെറുക്കാനായി ഒരു അടിപൊളി സമ്മർ റിഫ്രഷിംഗ് മോക്ടെയിൽ റെസിപ്പി ആയാലോ ഇന്ന്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് സിമ്പിൾ ആൻഡ് റിഫ്രഷിംഗ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോയുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് അതിൽ യൂസ് ചെയ്യുന്ന പാഷൻ ഫ്രൂട്ട് പൾപ്പാണ്. അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന പാഷൻ ഫ്രൂട്ടിൽ നിന്ന് എടുക്കുന്ന പൾപ്പാണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷെ അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിവിടെ സ്റ്റോർ ബോട്ടായിട്ടുള്ള പാഷൻ ഫ്രൂട്ട് സ്ക്വാഷാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് അല്ലെങ്കിൽ പൾപ്പ് 6 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഷുഗർ സിറപ്പാണ്. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ ഷുഗർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഹാഫ് ലെമൺ ക്വാർട്ടേർഡ് പീസസ് ആക്കിയതെടുത്തിട്ടുണ്ട്. പിന്നെ 8 മിൻറ്റ് ലീവ്സും കുറച്ച് ഐസ് ക്യൂബ്സും എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യമുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് 7up സ്പ്രൈറ്റ് അല്ലെങ്കിൽ സോഡ പോലെയുള്ള ഏതെങ്കിലും കാർബണേറ്റഡോ അല്ലെങ്കിൽ എയറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്. ഇതെല്ലാം വെച്ച് എങ്ങനെയാണ് മൊയ്റ്റോ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മൊയ്റ്റോ തയ്യാറാക്കാനായിട്ട് ഇതുപോലൊരു സെർവിങ് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ഗ്ലാസ്സിലേക്ക് 4 പീസ് ലെമൺ 8 മിൻറ്റ് ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 4 ടീസ്പൂൺ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വീട്ടിലുള്ള ഫ്രഷ് പാഷൻ ഫ്രൂട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്തുള്ള പൾപ്പാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. വീടുകളിൽ ഒരുപാട് പാഷൻ ഫ്രൂട്ടൊക്കെ ഉള്ള സമയമാണെങ്കിൽ അതിൻ്റെ എല്ലാം പൾപ്പ് എടുത്ത് ഷുഗർ സിറപ്പൊക്കെ ആഡ് ചെയ്ത് സ്ക്വാഷ് രൂപത്തിലാക്കി നമുക്ക് അതിനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഷുഗർ സിറപ്പാണ്. 3 ടീസ്പൂൺ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് പാഷൻ ഫ്രൂട്ട് പൾപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എങ്കിൽ അതിലേക്ക് കൂടുതൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ 4 ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ച് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പാഷൻ ഫ്രൂട്ടിൻ്റെയും ലെമണിൻ്റെയും മിൻറ്റിൻ്റെയും ഒക്കെ ഫ്ലേവർ നല്ല പോലെ ഒന്ന് കമ്പൈൻ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നല്ല പോലെ കമ്പൈൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തതിൻ്റെ മുകളിലേക്കായി വീണ്ടും 2 ടീസ്പൂൺ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷും 2 ടീസ്പൂൺ ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അവസാനമായി നമ്മൾ എടുത്തിട്ടുള്ള കാർബണേറ്റഡ് ബെവറേജ് വെച്ച് ഈ സെർവിങ് ഗ്ലാസ് ഫില്ലാക്കിയെടുക്കണം. 7up സ്പ്രൈറ്റ് അല്ലെങ്കിൽ സോഡ പോലുള്ള ഏത് എയറേറ്റഡ് ഡ്രിങ്ക്സ് വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റിഫ്രഷിംഗ് പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സ്ട്രോ വെച്ച് നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സെർവ് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ഒരു മിൻറ്റ് ലീവ്സും റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ലെമണും വെച്ച് ഇതിനൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഈ മൊയ്റ്റോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതിനോടൊപ്പം ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായി ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും എനിക്ക് പോസ്റ്റ് ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇൻഷാ അല്ലാ വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.